നമസ്കാരം. എല്ലാവരും സുഖമായിട്ടിരിക്കണമെന്ന് വിശ്വസിക്കുന്നു. റീസെൻ്റ്ലി എനിക്ക് ഒരുപാട് അമ്മമാർ കുട്ടികൾക്ക് പാലിൽ കലക്കി കൊടുക്കുന്ന ഹെൽത്ത് സപ്ലിമെൻറ്റ്സിനെ കുറിച്ച് ഡൗട്ടുകൾ ചോദിച്ചു. അപ്പം ഞാൻ ഇതിനെക്കുറിച്ച് അന്വേഷിച്ച് പോയപ്പോൾ ചില സർട്ടൺ പ്രൊഡക്ട്സിനെ കുറിച്ചാണ് എല്ലാ അമ്മമാരും ചോദിക്കുന്നത്. അപ്പോഴാണ് പല മം ഇൻഫ്ലുവൻസേഴ്സും സെലിബ്രിറ്റീസും കുഞ്ഞുങ്ങൾക്ക് പാലിൽ കലക്കി കൊടുക്കുന്ന പൊടിയുടെ വീഡിയോസൊക്കെ കാണാൻ ഇടയായത്. ഇങ്ങനെ കൊടുക്കുന്ന വീഡിയോസിൽ ആകർഷകരായിട്ടുള്ള അമ്മമാരാണ് സംശയങ്ങൾ ചോദിച്ചത്. സംശയം ചോദിച്ച അമ്മമാരെ ഞാൻ ബഹുമാനിക്കുന്നു. പക്ഷേ ഈ വീഡിയോസ് ഇടുന്ന സെലിബ്രിറ്റീസിനോടും മം ഇൻഫ്ലുവൻസേഴ്സിനോടും ഒരൊറ്റ ചോദ്യമേ ഉള്ളൂ: നിങ്ങൾ നിങ്ങളുടെ കുട്ടികൾക്ക് റെഗുലറായിട്ട് ഇത് കൊടുത്ത് നോക്കിയിട്ട് തന്നെയാണോ ഈ വീഡിയോസ് ഇടുന്നത്? സെക്കൻഡ് തിങ് ഈസ്, ഇത് ഫ്രീ ആയിട്ട് ചെയ്ത് കൊടുക്കുന്നതൊന്നും അല്ലല്ലോ. അപ്പോൾ കൊളാബായിട്ട് ചെയ്യുന്ന കാര്യങ്ങൾക്ക് സാധാരണക്കാർ എങ്ങനെയായിരിക്കും റെസ്പോണ്ട് ചെയ്യുക എന്ന് നിങ്ങളൊന്ന് ചിന്തിക്കേണ്ടതായിട്ട് ഇരിക്കുന്നു. എല്ലാവർക്കും സാമ്പത്തികമായിട്ട് ഇത്രയും വില കൂടിയ പ്രൊഡക്ട്സ് ഒന്നും വാങ്ങാൻ സാധിച്ചൊന്നും വരില്ല. നമ്മുടെ കുട്ടികൾക്ക് ഇത് കൊടുക്കുന്നത് കൊണ്ട് നല്ലതാണ്. കുഞ്ഞുങ്ങൾക്ക് ആരോഗ്യം ഉണ്ടാകുന്നു. അവർക്കിത് പ്രോട്ടീൻ റിച്ച് ആണ്. ഇതിനകത്ത് ആർട്ടിഫിഷ്യൽ ഫ്ലേവേഴ്സ് ഇല്ല, റിഫൈൻഡ് ഷുഗേഴ്സ് ഇല്ല, ഓർഗാനിക് ആണ്. ഇതുകൊണ്ട് കുഞ്ഞിന് അഡിക്വേറ്റ് ആയിട്ടുള്ള പ്രോട്ടീൻ കിട്ടുന്നു. നോർമൽ ഫുഡ് കൊച്ചു കഴിക്കുന്നില്ല, കൊച്ചിന് വിശപ്പില്ല, കൊച്ചു നോർമൽ ഫുഡ് കഴിക്കാത്തപ്പോൾ ഇത് പാലിൽ കലക്കി കൊടുത്താൽ മതിയാകുമെന്നുള്ള തെറ്റായ ഇൻഫർമേഷൻസ് നിങ്ങൾ പറഞ്ഞു പരത്തുമ്പോഴത്തേക്കും ഇതിൽ ആകർഷകരായിട്ട് മറ്റ് ഫുഡുകളൊന്നും, നോർമൽ ഫുഡ് കൊടുക്കാതെ തന്നെ ഇത് മാത്രം കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാൻ ശ്രമിക്കുന്ന അമ്മമാർ നമുക്കിടയിൽ ഉണ്ടെന്നും കൂടെ മനസ്സിലാക്കാം. അമ്മമാരോട് എനിക്ക് പറയാനുള്ളത്, നമ്മുടെ കുഞ്ഞിന് ആരോഗ്യമുണ്ട്, അസുഖങ്ങളൊന്നുമില്ല, കുഞ്ഞിന് അത്യാവശ്യം വെയിറ്റ് ഹൈറ്റ് ഉണ്ട്. കുഞ്ഞ് നോർമലായിട്ടുള്ള വളർച്ചയിലുള്ള കുട്ടികളാണെങ്കിൽ ഇതിൻ്റെ ഒന്നും ആവശ്യകത ഇല്ല. നമ്മുടെ വീട്ടിലും പറമ്പിലുള്ള നോർമൽ ഫുഡ് കഴിച്ച് വളരുന്ന കുഞ്ഞുങ്ങൾക്ക് അവർക്കൊരു നോർമൽ വെയിറ്റ് ആൻഡ് ഹൈറ്റ് അറ്റൈൻ ചെയ്യുമായിരിക്കും. തക്കുടുമായിട്ടിരിക്കുന്ന കുഞ്ഞുങ്ങളല്ല, ആരോഗ്യത്തോടുകൂടി അസുഖങ്ങൾ ഇല്ലാതിരിക്കുന്ന മക്കളെയാണ് നമുക്ക് ആവശ്യമെന്ന് മനസ്സിലാക്കുക. ഇനി ഒരു ഹോം ബേസ്ഡ് നാച്ചുറൽ ആയിട്ടുള്ള ഫുഡ് കഴിച്ച് വളരുന്ന കുഞ്ഞുങ്ങൾക്ക് ചിലപ്പോൾ ഭയങ്കര വണ്ണം ഉണ്ടാകണമെന്നില്ല. വണ്ണമല്ല നമ്മുടെ ആരോഗ്യത്തിൻ്റെ മാനദണ്ഡം എന്ന് മനസ്സിലാക്കുക. അസുഖങ്ങളില്ലാതെ കുഞ്ഞ് നോർമലായിട്ടൊരു കുഞ്ഞിന് പ്രായത്തിനനുസരിച്ച് വേണ്ട ഹൈറ്റും വെയിറ്റും വേണമെന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഇനി ഈ ഫുഡ് സപ്ലിമെന്റ്സിലോട്ട് പോകുമ്പോൾ പല ബ്രാൻഡിന്റെ പലതരത്തിലുള്ള ഫുഡ് സപ്ലിമെന്റ്സ് നമുക്ക് അവൈലബിൾ ആയിരിക്കും. അപ്പം ആരെങ്കിലും പറയുന്നത് കേട്ടിട്ട് ഏതെങ്കിലും ഒരു ഫുഡ് സപ്ലിമെന്റ് കുഞ്ഞിന് വാങ്ങിച്ചു കൊടുക്കുകയല്ല ചെയ്യേണ്ടത്. നിങ്ങൾ നിങ്ങളുടെ പീഡിയാട്രീഷ്യനെ കാണുക, നിങ്ങളുടെ കൊച്ചിന്റെ ആരോഗ്യം ബേസിക് ഒരു ഇവാലുവേഷൻ ചെയ്യുക. കുഞ്ഞിന് എന്തെങ്കിലും തരത്തിലുള്ള ഡെഫിഷ്യൻസീസ് ഉണ്ടെങ്കിൽ അത് നോക്കി ടെസ്റ്റ് ചെയ്ത് ആവശ്യമുണ്ടെങ്കിൽ മാത്രം ഹെൽത്ത് സപ്ലിമെന്റ്സിലോട്ട് പോയാൽ മതിയാകും. ഈ നമ്മൾ പരസ്യം എന്ന് പറയുന്നത് എപ്പോഴും ഒരു മായയാണ്. ഇന്ന് എല്ലാം ഈ യൂട്യൂബ് ഡോക്ടേഴ്സിനും ഇൻസ്റ്റാഗ്രാം ഡോക്ടേഴ്സിനെയും മാനിക്കുന്നതിന് പകരം അത്യാവശ്യം കഷ്ടപ്പെട്ട് പഠിച്ചു വളർന്ന് നിങ്ങളുടെ മുൻപിൽ നിൽക്കുന്ന പ്രോപ്പർലി ക്വാളിഫൈഡ് ആയിട്ടുള്ള ഡോക്ടേഴ്സിന്റെ നിർദ്ദേശം സ്വീകരിച്ച് നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ സുരക്ഷിതത്വം ഉറപ്പുവരുത്തുക. താങ്ക്